ഉന്നത വിദ്യാഭ്യാസത്തിൽ കേരളം ഒന്നാമതാണെന്ന സർക്കാരിന്റെയും മന്ത്രിയുടെയും അവകാശവാദം അടിസ്ഥാനരഹിതമെന്നതിന് രേഖകൾ പുറത്ത്. 2025 കേന്ദ്ര നീതി ആയോഗ് റിപ്പോർട്ടിലെ കണക്കുകൾ സംസ്ഥാനത്തിന്റെ വാദം പൊളിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വെളിപ്പെടുത്തലിന് അടിസ്ഥാനമില്ലെന്ന് 2025 പ്രസിദ്ധപ്പെടുത്തിയ കേന്ദ്ര നീതി ആയോഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവിലെ അവസ്ഥ, സംസ്ഥാന സർവകലാശാലകളെക്കുറിച്ചുള്ള അവലോകനം, സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന സർവകലാശാലകളുടെയും പങ്കാളിത്തത്തോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠന ഗവേഷണ നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ വ്യക്തമാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടണമെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനതല സർവകലാശാലകളുടെയും നിലവാരം ഉയരേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള IIT, ഐസർ സമാന സ്ഥാപനങ്ങൾ മാത്രം ഉയർന്ന നിലവാരം പുലർത്തുന്നതുകൊണ്ട് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നതിയിൽ എത്തില്ലെന്ന തിരിച്ചറിവാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് നടത്തിയ പഠനം വെളിവാക്കുന്നത്. സർവകലാശാല സാന്ദ്രതയിൽ കേരളം ദേശീയ ശരാശരിയായ 0.8 ആണ്. മാത്രമല്ല, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ പിന്നിലാണ്. കോളേജ് സാന്ദ്രതയുടെ കാര്യത്തിലും കേരളം മറ്റു തെന്നിന്ത്യൻ സംസ്ഥാനത്തേക്കാൾ പിന്നിലാണ്. കേരളം 46%, കർണാടക 66%, ആന്ധ്രാപ്രദേശ് 49%, തെലങ്കാന 52% എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന 18-നും 23-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ദേശീയ തലത്തിൽ 28.4% ആയിരിക്കുമ്പോൾ തമിഴ്നാട് 47%, ഹിമാചൽ പ്രദേശ് 43%, കേരളം 41.3%, തെലങ്കാന 40%. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളിൽ കേരളത്തിൽ വെറും 4% മാത്രമാണ് മികവുള്ളത്. ഇവിടുള്ള 14 സർവകലാശാലകളിൽ 3 സർവകലാശാലകളാണ് ഉയർന്ന അക്രഡിറ്റേഷന് അർഹത നേടിയത്. തമിഴ്നാട്ടിൽ 22% സ്ഥാപനങ്ങളും, കർണാടകയിൽ 11%, UPയിൽ 9%, മഹാരാഷ്ട്രയിൽ 10%, പഞ്ചാബിൽ 7%, ആന്ധ്രയിൽ 5% സർവകലാശാലകൾ ആദ്യ 100 സർവകലാശാലകളിൽ ഇടം നേടി. പഠനം, ഗവേഷണ നിലവാരം എന്നിവയിൽ കേരളം ദേശീയ തലത്തിൽ വളരെ പിന്നിലാണെന്ന് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥി അധ്യാപക അനുപാത കണക്കിൽ രാജ്യത്ത് 1-ാം സ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റേത് 15 ആയിരിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റേത് 14 ആണ്. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം അക്രഡിറ്റേഷനുള്ള അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളുടെ ദേശീയ ശരാശരി 39% ഉള്ളപ്പോൾ കേരളം 35%, തമിഴ്നാട് 76%, കർണാടക 47%, മഹാരാഷ്ട്ര 49%, UP 46%, ആന്ധ്രാപ്രദേശ് 36%. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിക്കടിയുള്ള പ്രസ്താവന പൊള്ളയാണെന്നതിന് വ്യക്തമായ തെളിവാണ് കേന്ദ്ര നീതി ആയോഗ് പഠന റിപ്പോർട്ട്. മന്ത്രിക്ക് സർവകലാശാല ഭരണത്തിൽ നേരിട്ട് ഇടപെടാൻ അധികാരങ്ങൾ നൽകുന്ന പുതിയ നിയമ ഭേദഗതി കൂടി നിലവിൽ വരുന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ തകരുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി.